ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സ്വയം ഓൺലൈൻ കോഴ്സിലെ മറ്റൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. ടോപ്പിക് എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്നുള്ളത്. നമുക്കറിയാം, പുതിയ വിദ്യാഭ്യാസ നയം 2020 ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് BEdന് പഠിക്കാനുള്ള ടോപ്പിക്കാണ്, സബ്ജക്റ്റാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെയാണ് NTA നടത്തുന്ന സ്വയം ഓൺലൈൻ കോഴ്സിലും ഇതിൽ നിന്നുമുള്ള പരീക്ഷകളായിട്ട് നടത്തുന്നത്. സോ നമുക്ക് നോക്കാം. ഇതിലും 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കഴിഞ്ഞ സ്റ്റുഡൻറ് സൈക്കോളജിയിൽ 150ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ 100 ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിച്ചത്. എന്നാൽ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 100 ചോദ്യങ്ങൾ തന്നെയാണ്. 100 ചോദ്യത്തിൽ 50 ചോദ്യം മാത്രമേ നമുക്ക് എക്സാമിന് ഉണ്ടാവുകയുള്ളൂ. 2 മാർക്ക് വീതമായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസിനും ഉണ്ടാവുക. നെഗറ്റീവ് മാർക്സോ കാര്യങ്ങളൊന്നുമില്ല. 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പക്ഷേ ഈ 50 ക്വസ്റ്റ്യൻസിൽ കുറച്ചൊരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. അതായത് സ്റ്റേറ്റ്മെന്റ് ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ 100 ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും 80% ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവുക. അതായത് പാസ് മാർക്ക് എന്ന് പറയുന്നത് 40% ആണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 40% ആണ് പാസ് മാർക്ക് എന്ന് പറയുന്നത്. അതിൽ 50 ക്വസ്റ്റ്യൻസിൽ ഒരു 20 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് നിങ്ങൾക്ക് 40 മാർക്ക് കിട്ടും. അപ്പോൾ 20, 25, 30 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഷുവറായിട്ടും ഒരു 40 ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കും. ഞാൻ തരുന്ന 100 ക്വസ്റ്റ്യൻസിൽ ഒരു 40 ചോദ്യം എന്തായാലും ഇതിൽ നിന്നുണ്ടാവും. 40 ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ക്വസ്റ്റ്യൻസ്, 80 മാർക്കിന് നിങ്ങൾക്ക് ഇതിൽ നിന്നും ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതം കിട്ടുകയാണെങ്കിൽ ഞാൻ തരുന്ന 100 ക്വസ്റ്റ്യൻസിൽ 40 എണ്ണം അറ്റൻഡ് ചെയ്താൽ 80 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു 100 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. മറ്റാർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. BEd, MEd പോലുള്ള കോഴ്സുകളുടെ ട്യൂഷൻ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BEdൻ്റെയും MEdൻ്റെയും ഒക്കെ ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ മറ്റ് അഡ്മിഷൻ മേഖലകളിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ മറ്റോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു അസേഷൻ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു റീസണും തന്നിട്ടുണ്ട്. അസേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കുക. ഈ ഒരു രീതിയിൽ മാത്രമേ ചോദിക്കുള്ളൂ. ഒന്ന് അസേഷൻ A എന്നും റീസൺ R എന്നും. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ വായിച്ച് സമയം കളയേണ്ടതില്ല. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഗീവ് ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്, വൺ ഈസ് ലേബിൾഡ് ആസ് അസേഷൻ A ആൻഡ് അതർ വൺ ലേബിൾഡ് ആസ് റീസൺ R. അഥവാ അസേഷൻ ആൻഡ് റീസൺ എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുക. അപ്പോൾ അസേഷൻ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. ഈ അസേഷൻ നോക്കിയതിന് ശേഷം അതിൻ്റെ റീസൺ നിങ്ങളൊന്നും അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തായിരിക്കും അതിൻ്റെ റീസൺ എന്നുള്ളത് അനലൈസ് ചെയ്തതിന് ശേഷം ആ റീസൺ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ ആ കറക്റ്റ് അസേഷന് കറക്റ്റ് ആയിട്ടുള്ള റീസൺ തന്നെയാണ് തന്നിട്ടുള്ളതെന്ന് പറയുക. അതല്ലെങ്കിൽ ആ മുകളിൽ തന്നിട്ടുള്ള അസേഷന് കറക്റ്റ് ആയിട്ടുള്ള റീസൺ അല്ല തന്നതെന്ന് നിങ്ങൾക്ക് പറയാം. ഈ 2 ഓപ്ഷൻസിൽ A ഓർ B ആയിരിക്കും നോർമലി വരിക. അസേഷൻ തെറ്റാറില്ല, റീസൺ ആയിരിക്കും നോർമലി തെറ്റിച്ച് തരാറുണ്ടാവുക. നമ്മളുടെ ഈ ഒരു തരത്തിൽ നെറ്റിനും സെറ്റിനും ഒക്കെ ആണെങ്കിൽ കുറച്ച് ടഫാണ്. നെറ്റിനൊക്കെ കുറച്ചൊരു രണ്ടും തെറ്റിച്ച് തരാറുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് ചിലപ്പോൾ സിയും ആവാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കുക. NEP 2020 പ്രൊപ്പോസസ് ടു മേക്ക് എഡ്യൂക്കേഷൻ മോർ ഫ്ലെക്സിബിൾ ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി എന്നുള്ളതാണ്. NEP കൂടുതലായിട്ട് പ്രൊപ്പോസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? മോർ ഫ്ലെക്സിബിൾ ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി എന്നുള്ളതാണ്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് എന്താണ്? ടു ക്രിയേറ്റ് എ സിംഗിൾ റെഗുലേറ്ററി ഫോർ ഹയർ എഡ്യൂക്കേഷൻ സ്റ്റിമുലേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സ്ക്ലൂഡിംഗ് ലോ ആൻഡ് മെഡിക്കൽ കോളേജസ് എന്നുള്ളതാണ്. ടു ക്രിയേറ്റ് എ സിംഗിൾ റെഗുലേറ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സ്ക്ലൂഡിംഗ് ലോ ആൻഡ് മെഡിക്കൽ കോളേജസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഈ പുതിയ വിദ്യാഭ്യാസ നയം എന്തുകൊണ്ട് നിയമത്തെയും അതേപോലെ തന്നെ മെഡിക്കൽ മേഖലയും ഒഴിവാക്കുന്നു എന്നുള്ളതൊക്കെ ചിന്ത വരും. അപ്പോൾ ആ ഒരു ചിന്ത വരുമ്പോൾ തന്നെ നമുക്കത് ഉത്തരം അതിൻ്റെ റീസൺ അതല്ല എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഡൗട്ട് അടിക്കാം. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ആലോചിച്ച് നോക്കുക. ആലോചിച്ച് നോക്കിയിട്ട് അതിൽ ബെസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് തന്നെയാണ്. അസേഷൻ ഓക്കെയാണ്. NEP 2020 ഒപ്പോസസ് ടു മേക്ക് എഡ്യൂക്കേഷൻ മോർ ഫ്ലെക്സിബിൾ ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കൂടാതെ തന്നെ കുറേ കാര്യങ്ങൾ കൂടി അതിൽ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ കറക്റ്റ് റീസൺ അത് കറക്റ്റ് അല്ല എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിക്കൊണ്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ഇത് റിലീസ് ചെയ്തിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ആണ്. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ളത് സംഭവം റിലീസ് ചെയ്തിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ആണ്. ഇതിൻ്റെ മെയിൻ എയിംസ് എന്ന് പറയുന്നത് എയിം ടു ട്രാൻസ്ഫോം
the education system by making it more holistic, flexible and multidisciplinary while aligning with the 21st century needs and global standards എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എയിംസ് ആയിട്ട് എടുത്ത് പറയുന്നത് ഹോളിസ്റ്റിക് ആയിരിക്കുക, ഫ്ലെക്സിബിൾ ആയിരിക്കുക, മൾട്ടി ഡിസിപ്ലിനറി ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് എന്ത് പർപ്പസ് വെച്ചിട്ടാണ്, അത് എന്തിനെ അലൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 21st സെഞ്ചുറിയോട് കൂടി ആ 21st സെഞ്ചുറിയിൽ കുറേ നീഡ്സുകളുണ്ട്. ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്, AI, അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി, അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള എബിലിറ്റീസ്, അതിനെ ബൂം ചെയ്ത് അത് ഉയർത്തി കൊണ്ടുവരിക, അതല്ലെങ്കിൽ വെറും അക്കാദമികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ അവരവരുടെ കാര്യങ്ങൾ, അവരുടെ എബിലിറ്റീസ്, അവരുടെ ക്വാളിറ്റി അതെന്താണെന്ന് കണ്ടെത്തി അതിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ കാര്യങ്ങൾ ആണ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിൽ എടുത്ത് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുപോകുക, ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതും, അതേപോലെ തന്നെ ഈ 21st സെഞ്ചുറിയുടെ ചില നീഡ്സുകളുണ്ട്, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, AI യൂസേജ്, ഇങ്ങനത്തെ കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ പർപ്പസോട് കൂടി ഈ നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം ഹോളിസ്റ്റിക് ആക്കുകയും ഫ്ലെക്സിബിൾ ആക്കുകയും മൾട്ടി ഡിസിപ്ലിനറി ആക്കുകയൊക്കെ ചെയ്യുക. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തലങ്ങളെയും കൈകാര്യം ചെയ്യുന്ന കൊഗ്നിറ്റീവ്, ഇമോഷണൽ, അതേപോലെ തന്നെ അല്ലെങ്കിൽ അഫക്റ്റീവ്, ലാസ്റ്റ് വൺ സൈക്കോമോട്ടോർ, അതേപോലെ തന്നെ മറ്റ് ഹിഡൻ കരിക്കുലമായിട്ടുള്ള സംഭവങ്ങൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇത് എന്തിന് ബദലായിട്ട് വന്നിട്ടുള്ളതാണ്? ഒരു 34 വർഷം മുൻപേ നമ്മൾ കണ്ടംപററി ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ ഭാഗത്തൊക്കെ കുറേ കമ്മീഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയുന്ന ഒരു നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന 1986 ഉണ്ട്. ആ ഒരു 34 വർഷം 1986 എന്തുണ്ട്, ഒരു നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വന്നിട്ടുണ്ട്. അതിനെ കടപിടിച്ചുകൊണ്ട് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു പോളിസിയാണ് ഇതെന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മറ്റേത് ഏതിന് ബദലായിട്ട് വന്നാണ് 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനെ മാറ്റിയിട്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ളത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ഹോളിസ്റ്റിക് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊമോട്ട്സ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു ലേണിംഗ്, എൻകറേജിങ് സ്റ്റുഡൻസ് ടു എക്സ്പ്ലോർ വേരിയസ് ഡിസിപ്ലിൻസ് ആൻഡ് ഡെവലപ്പ് ദെയർ യുണീക്ക് കേപ്പബിലിറ്റീസ് എന്നുള്ളതാണ്. ഹോളിസ്റ്റിക് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കേപ്പബിലിറ്റീസ് കണ്ടെത്തി അതിനെ ഉയർത്തി കൊണ്ടുവരാനുള്ള തക്കതായിട്ടുള്ള പഠനം കൊടുക്കുക, അല്ലെങ്കിൽ ലേണിംഗ് കൊടുക്കുക, അതിനാവശ്യമായിട്ടുള്ള എൻകറേജ്മെന്റ്സുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു റീസൺ അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ട് എടുത്ത് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ 21st സെഞ്ചുറി സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. ഇറ്റ് എയിംസ് ടു എക്വിപ്പ് സ്റ്റുഡൻസ് വിത്ത് എസെൻഷ്യൽ 21st സെഞ്ചുറി സ്കിൽസ് ഇൻക്ലൂഡിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ്. ഒരു 21st സെഞ്ചുറിയുടെ സ്കിൽസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവുക, പ്രോബ്ലം സോൾവിംഗ് കപ്പാസിറ്റി ഉണ്ടാവുക, ക്രിയേറ്റിവിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫോക്കസ് കൂടി ഇവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു റീസണും ഇവിടെ വരുന്നുണ്ട്. ദെൻ ഫോക്കസ് ഓൺ സ്റ്റെം എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്? സ്റ്റെം എഡ്യൂക്കേഷൻ. എന്താണ് സ്റ്റെം എന്ന് പറഞ്ഞാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പോളിസി എൻകറേജസ് ഇന്റഗ്രേഷൻ ഓഫ് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നത് ഇന്റഗ്രേഷൻ ആണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ റീസണിൽ ടെക്നോളജിക്കോ എഞ്ചിനീയറിംഗിനോ ലോയിനോ അല്ലെങ്കിൽ മെഡിക്കലിനെയോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിൽ നിന്നും മാറ്റി നിർത്തക്ക രീതിയിലുള്ള ചിന്തിച്ചിട്ടില്ല. പക്ഷെ അത് അവിടെ എടുത്ത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്റ്റെം എന്നുള്ളത് എന്താണെന്ന് നോട്ട് ചെയ്യണം. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നുള്ളതാണ് സബ്ജക്ട് ത്രൂ ഔട്ട് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. അത് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ത്രൂ ഔട്ട് എന്ത് ചെയ്യണം, സയൻസും ടെക്നോളജിയും എഞ്ചിനീയറിംഗും മാത്തമാറ്റിക്സ് ഒക്കെ കൊണ്ടുപോകണം എന്നുള്ളത് ഒരു ഫോക്കസ് ആയിട്ട് ഇതിൽ പറയുന്നു. ഇനി ഇവിടെ റീപ്ലേസ് ചെയ്യുന്ന എങ്ങനെയാണ്? നമ്മൾ ഇപ്പോൾ കൊണ്ടുപോകുന്ന സിസ്റ്റം എന്ന് പറയുന്നത് LP സ്കൂൾ, UP സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിങ്ങനെയുള്ള സിസ്റ്റമാണ് അല്ലേ. അപ്പോൾ അത് മാറിക്കൊണ്ട് 10+2 എന്നുള്ളത് മാറിക്കൊണ്ട് 5-3-3+ എന്നുള്ള 4 എന്നുള്ള ആ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ 5-3-3-4 എന്നുള്ള ആ സ്ട്രാറ്റജി എന്താണ്? ഇവിടെ 4 സ്റ്റേജുകളായിട്ട് അതിന് വേണ്ടിയിട്ട് ഇത് ഇവിടെ തരംതിരിച്ചിട്ടുണ്ട്. ദ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഹാസ് ബീൻ റീസ്ട്രക്ചേർഡ് ഇൻ ടു 4 സ്റ്റേജസ് എന്നുള്ളതാണ്. ഒന്ന് ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ് ആൻഡ് സെക്കൻഡറി സ്റ്റേജ്. അതിൽ ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ് 3 to 8 എന്ന് പറയുന്നത്. 8 സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 3 to 8 ഏജസ് ആണ്. 3 to 8 ഏജസ് ആണ്. അവിടെയാണ് ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്ലേ സ്കൂൾ അല്ലെങ്കിൽ നെയ്സറി അല്ലെങ്കിൽ LKG, UKG പോലുള്ള സ്കൂളുകളും അതിൽ 1, 2 പോലുള്ള ക്ലാസ്സുകളും അല്ലേ. അതാണ് 5 എന്ന് പറയുന്നത്. ദെൻ പ്രിപ്പറേറ്ററിയിൽ എത്രയാണ്? 8 to 11 ഏജസ് ആണ്. ദെൻ മിഡിൽ ഏജ് എന്ന് പറയുന്നത് 11 to 14 ഏജസ് ആണ്. സെക്കൻഡറി ഏജ് എന്ന് പറയുന്നത് 14 to 18 ഏജസ് ആണ്. അപ്പോൾ ആ ഏജസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ക്ലാസ്സിനേക്കാൾ ഉപരി ഏജസിനെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഫൈനൽ എക്സാംസ് ഏത് ക്ലാസ്സുകളിലാണെന്നുള്ളത് നോട്ട് ചെയ്യണം. ഫൈനൽ എക്സാംസ് അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നിങ്ങൾ കണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു സബ്ജക്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിൻ്റെ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അതിലേക്കൊക്കെ പോയിട്ട് നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. പക്ഷേ ഇതൊക്കെ മാക്സിമം ഈ ഒരു റേഞ്ചിൽ നിങ്ങളോട് ചോദ്യങ്ങൾ വരുള്ളൂ. അതിനോടനുബന്ധിച്ച് മറ്റൊന്നാണ് എലിമിനേറ്റഡ് സ്ട്രീം സിസ്റ്റം എന്നും കൂടി പറയുന്നുണ്ട്. എലിമിനേറ്റഡ് സ്ട്രീം സിസ്റ്റം നമ്മൾ ഇപ്പോഴത്തെ സിസ്റ്റം പ്ലസ് ടുവിൽ ഒക്കെ ഇപ്പോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സയൻസ്, കൊമേഴ്സ്, ആർട്സ് എന്ന് പറഞ്ഞിട്ട് 3 ഡിവിഷൻ ആയിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. ദ ട്രഡീഷണൽ സ്ട്രീം സിസ്റ്റം സയൻസ്, കൊമേഴ്സ്, ആർട്സ് ഹാസ് ബീൻ റിമൂവ്ഡ് അലോയിങ് സ്റ്റുഡൻസ് ടു ചൂസ് സബ്ജക്ട് ബേസ്ഡ് ഓൺ ദെയർ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്സ് എന്നുള്ളതാണ്. അവരവരുടെ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡ്സിനും അനുസരിച്ച് സെലക്ട് ചെയ്യാൻ തക്കതായിട്ടുള്ള സബ്ജക്റ്റുകളാക്കിയിട്ടാണ് ഇവിടെ തിരിച്ചിട്ടുള്ളത്, സ്ട്രീമുകളാക്കിയിട്ടല്ല. സയൻസ് എന്നുള്ളൊരു സ്ട്രീമാണ്, കൊമേഴ്സ് എന്നുള്ളൊരു സ്ട്രീമാണ്, ആർട്സ് എന്നുള്ളൊരു സ്ട്രീമാണ്. അപ്പോൾ ആ ഒരു സ്ട്രീം എന്നുള്ളത് മാറി സബ്ജക്റ്റിലേക്ക് ചൂസ് ചെയ്യാനുള്ള കുട്ടികളുടെ ഇൻട്രസ്റ്റും അതേപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് നോക്കിയിട്ട് സബ്ജക്റ്റിലേക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ NEP 2020 aims to create a more dynamic, flexible and inclusive education system that prepares students for the challenges and opportunities for the 21st century. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ഡൈനമിക് ആവുക, ഫ്ലെക്സിബിൾ ആവുക, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരിക, അതും 21st സെഞ്ചുറിയുടെ നീഡ്സ് ആൻഡ് ചലഞ്ചസിനെ ഫേസ് ചെയ്യത്തക്ക രീതിയിലേക്ക് കൊണ്ടുപോവുക. എങ്കിലാണ് എന്തെന്ന് പറയുന്നത് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ അസേഷൻ ക്ലിയർ ആണെന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബോത്ത് A and R are true, but R is not the correct explanation of A എന്നുള്ളതാണ്. നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ടു ആൻ എക്സ്റ്റെൻറ്റ്, അതെന്താണ് ഓക്കെ ആണ്. പക്ഷെ അത് മറ്റേ രണ്ടും ശരിയാണ്, പക്ഷെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ബേസിൽ നിങ്ങൾ ഫസ്റ്റ്ലി കുറച്ചൊന്ന് എഫേർട്ട് എടുത്ത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി ഒക്കെ മാറ്റുക. പല കുട്ടികളും സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ വായിച്ചു പോലും നോക്കാതെ സ്കിപ്പ് ചെയ്തിട്ട് കറക്കി കുത്തി അങ്ങ് ചെയ്യുന്നതാണ്. കുറച്ചൊന്ന് നിങ്ങൾ മെനക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അതേസമയം നിങ്ങൾ അത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4-5 സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം തെറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് വൺസ് ഒരു പ്രാക്ടീസാണ്, ഒരു പ്രാക്ടിക്കൽ സെൻസാണ്, ഒരു പ്രാക്ടീസാണ്. അത് നിങ്ങൾ വൺസ് അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആ പ്രാക്ടീസിൻ്റെ സെൻസ് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വൺസ് അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് will be the focus of the new assessment pattern for classes 3, 5 and 8 എന്നുള്ളത് എന്താണ് ഫോക്കസസ് എന്നാണ്? കോമ്പിറ്റൻസീസ് റാദർ ദാൻ കണ്ടന്റ് മെമ്മറൈസേഷൻ, eliminating the need for examination, students physical fitness levels, students socio-economic status. ഇവിടെ എന്താണ് what will be the focus of the new assessment pattern for classes 3, 5 and 8? എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ BCD എന്ന് പറയുന്നത് ഒരു അത്ര സൂട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കോമ്പിറ്റൻസീസ് റാദർ ദാൻ കണ്ടന്റ് മെമ്മറൈസേഷൻ. റോട്ട് ലേണിങ്ങിനേക്കാൾ മീനിങ് ഫുൾ ലേണിങ്ങിനാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതാണ് ഇവിടെ ആപ്റ്റായിട്ട് വരുന്നത്. കോമ്പിറ്റൻസീസ് റാദർ ദാൻ കണ്ടന്റ് മെമ്മറൈസേഷൻ. റോട്ട് ലേണിങ്ങിനേക്കാൾ മീനിങ് ഫുൾ ലേണിംഗ് ആണ് ഉചിതമായിട്ട് വരുന്നത്. കോർ കോൺസെപ്റ്റ്സ്, ആപ്ലിക്കേഷൻ ഓഫ് ദി നോളജ് ആൻഡ് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ്. It aims to move away from the rote learning and assess students' understanding and ability to apply what they have learned in real life situation. അപ്പോൾ റോട്ട് ലേണിങ്ങിനെയല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, മറിച്ച് മീനിങ് ഫുൾ ലേണിങ്ങിനാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡിസ്റ്റിങ്ക്റ്റ് പാർട്സ് ഓർ സെക്ഷൻസ് ഡസ് ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കൺസിസ്റ്റ്സ് ഓഫ്? എത്രയാണ്? 3 ആണോ 4 ആണോ 5 ആണോ 6 ആണോ? ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ഏതൊക്കെയാണ് 4 പാർട്സുകൾ എന്ന് പറയുന്നത്? സ്കൂൾ എഡ്യൂക്കേഷൻ പാർട്ട് 1 ആണ്, ഹയർ എഡ്യൂക്കേഷൻ പാർട്ട് 2 ആണ്, അതർ കീ ഏരിയാസ് ഓഫ് ഫോക്കസ് പാർട്ട് 3 ആണ്, മേക്കിംഗ് ഇറ്റ് ഹാപ്പൺ ഇംപ്ലിമെന്റേഷൻ പാർട്ട് 4 ആണ്. ഇങ്ങനെ 4 ഏരിയകളാണ് ഏതിൽ വരുന്നത്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് കൺസിസ്റ്റ് ചെയ്യുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് എന്താണ് സ്കൂൾ എഡ്യൂക്കേഷനിൽ വരുന്നത്? ദിസ് സെക്ഷൻ ഫോക്കസസ് ഓൺ ദി സ്ട്രക്ചർ, കരിക്കുലം ആൻഡ് പെഡഗോഗി ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിംഗ് ദ ഷിഫ്റ്റ് ടു ദി 5-3-3+4
സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിൽ സ്കൂൾ എഡ്യൂക്കേഷൻ സ്ട്രക്ചറും കരിക്കുലം പെഡഗോഗിയും കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ്. ദെൻ പാർട്ട് 2 ആണെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ആണ്. ദിസ് പാർട്ട് ഔട്ട്ലൈൻ ദ റിഫോംസ് ആൻഡ് ചേഞ്ചസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദി പ്രൊമോഷൻ ഓഫ് റിസർച്ച് എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എടുത്തു നോക്കുന്നത് ഹയർ എഡ്യൂക്കേഷനിൽ ഇപ്പോൾ ഡിഗ്രി +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷനിൽ പോവാണ്, ഡിഗ്രിക്ക് പോവുകയാണെങ്കിൽ 4 വർഷത്തെ ഓണേഴ്സ് ഡിഗ്രി ആയിട്ട് മാറുകയാണ്. ഇപ്പോൾ ബി.എഡിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ 4 വർഷത്തെ ബി.എഡ് ആയി മാറുകയാണ്. അപ്പോൾ അവിടെ 3 വർഷം ഡിഗ്രി തന്നെ തരുന്നുണ്ട്. ഏത് സബ്ജക്റ്റിലെ ഡിഗ്രി വേണമെങ്കിലും എടുക്കാം. ഹിസ്റ്ററിയിൽ ഡിഗ്രി എടുക്കാം, പിന്നെ സയൻസ് സബ്ജക്റ്റിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ളതിൽ സബ്ജക്റ്റ് എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ജോഗ്രഫി, ഇക്കണോമിക്സ്, മറ്റു കാര്യങ്ങൾ, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, പിന്നെ ബയോളജി, സുവോളജി, ബോട്ടണി, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ സബ്ജക്റ്റിലും ഏതാണോ നമ്മുടെ കൺവീനിയൻറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിൽ ഡിഗ്രി എടുക്കുകയും എന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ബി.എഡ് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ബി.എഡ് എടുക്കുമ്പോഴേ നമുക്ക് 4 ചോയ്സുകൾ ഉണ്ടാവും. അത് പ്രിപ്പറേറ്ററി ഉണ്ടാവും, പ്രൈമറി ഉണ്ടാവും, അതേപോലെ തന്നെ മിഡിൽ ഉണ്ടാവും, സെക്കൻഡറി ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള 4ൽ ഏതാണോ നമുക്ക് ഉചിതമായിട്ടുള്ളത് ആ ഉചിതമായിട്ടുള്ള ബി.എഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ്റെ വരുന്നത്. മൾട്ടി ഡിസിപ്ലിനറി ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഡിഗ്രി പഠിക്കുന്നതോടൊപ്പം തന്നെ ബി.എഡ് വേണമെങ്കിൽ പഠിക്കാം. ഡിഗ്രി പഠിക്കുന്നതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും പി.ജി സ്പെഷ്യലൈസ് ചെയ്യാം. ഡിഗ്രി പഠിക്കുന്നതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾ സ്പെഷ്യലൈസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി എഞ്ചിനീയറിംഗും മെഡിക്കലിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകൾക്ക്, അങ്ങനത്തെ പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ അത് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ജനറൽ ഡിഗ്രി ബി.എസ്.സി, എം.എസ്.സി, ബി.എസ്.സി, ബി.എ, ബി.കോം അങ്ങനത്തെ സബ്ജക്റ്റുകളിലേക്ക് എന്ത് വന്നിട്ടില്ല, ആ ഒരു ഡിസിപ്ലിനറി വന്നിട്ടില്ല, മൾട്ടി ഡിസിപ്ലിനറി വന്നിട്ടില്ല. പക്ഷേ അത് ഇനി മുതൽ എന്ത് ചെയ്യാണ്, ആ ഡിഗ്രികൾ പോലും 4 ഇയേഴ്സ് ഓണേഴ്സ് ഡിഗ്രി ആയി മാറുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 3 ഇയേഴ്സ് ഡിഗ്രി പ്ലസ് 1 ഇയർ പ്രൊഫഷണൽ ഏതെങ്കിലും ഒന്നിൽ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിക്കൊണ്ട്. ദെൻ ഇതേപോലെ തന്നെ അതർ കീ ഏരിയാസ് ഓഫ് ഫോക്കസ് എന്നുള്ളതാണ് മൂന്നാമത്തെ പാർട്ടായിട്ട് വരുന്നത്. ദിസ് സെക്ഷൻ അഡ്രസ്സസ് ഏരിയാസ് സച്ച് ആസ് ടീച്ചർ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊമോട്ടിംഗ് ദ യൂസസ് ഓഫ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ. അപ്പോൾ അതർ കീ ഏരിയാസ് ഓഫ് ദി ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഏരിയ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ എൽ.പി. സ്കൂളിലെ ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാറ്റഗറി പ്രകാരമാണെങ്കിൽ +2 കംപ്ലീറ്റ് ചെയ്യുകയും ടി.ടി.സി കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പി.പി.ടി ഡി.എൽ.എഡ് കംപ്ലീറ്റ് ചെയ്യുകയും അതിനുശേഷം കാറ്റഗറി 1 ക്വാളിഫൈ ചെയ്യുകയും പി.എസ്.സി എക്സാം എഴുതി LPSA എഴുതി കയറുകയും ഒക്കെയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ യു.പി. സ്കൂളിലാണെങ്കിൽ അതേ കാറ്റഗറി ഉണ്ട്. ഡിഗ്രി ക്വാളിഫൈ ചെയ്യുക, ബി.എഡ് ക്വാളിഫൈ ചെയ്യുക, കാറ്റഗറി 2 ക്വാളിഫൈ ചെയ്യുക, എന്നിട്ട് പി.എസ്.സി UPSA എഴുതുക, എന്നിട്ട് കയറുക. അതായത് അതാണ് യു.പി. സ്കൂളിലാണെങ്കിൽ. ഹൈസ്കൂളിലാണെങ്കിൽ എന്താണ്, ഡിഗ്രി ക്വാളിഫൈ ചെയ്യുക, ബി.എഡ് ക്വാളിഫൈ ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ കാറ്റഗറി 3 ക്വാളിഫൈ ചെയ്യുക, എന്നിട്ട് പി.എസ്.സി HSA എഴുതുക, എന്നിട്ട് കയറുക. അതേപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ എന്താണ്, PG ക്വാളിഫൈ ചെയ്യുക, ബി.എഡ് ക്വാളിഫൈ ചെയ്യുക, എന്നിട്ട് സെറ്റ് എഴുതുക. സെറ്റ് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണം, പിന്നെ PSC എഴുതണം, HSST എഴുതണം, ആ HSST എഴുതി കയറി പോവുക എന്നുള്ളത്. അങ്ങനെ ഓരോന്നിനും ഓരോ സ്പെഷ്യലായിട്ടുള്ള ക്രൈറ്റീരിയ എന്തിലുണ്ട്, ടീച്ചർ എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ ടീച്ചർ എഡ്യൂക്കേഷനിലും ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻസ്, ആർട്സ് സംബന്ധമായിട്ടുള്ള, ഫിലിം ഡയറക്ഷൻ സംബന്ധമായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അത്തരത്തിലുള്ള സ്കിൽഡ് ലേബേഴ്സിന് ആവശ്യമായിട്ടുള്ള അത്തരത്തിലുള്ള ഡിപ്ലോമാറ്റിക്, പോളിടെക്നിക് പോലുള്ള കോഴ്സുകൾ, IIT പോലുള്ള, ITI പോലുള്ള കോഴ്സുകൾക്കൊക്കെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള അതൊരു സ്പെഷ്യൽ ഏരിയ ആണ്. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനും, അതേപോലെ തന്നെ ടെക്നോളജിക്കൽ ഇൻ എഡ്യൂക്കേഷനിലുള്ള തന്നെയുള്ള ടെക്നോളജി, AI യൂസേജ്, അതേപോലെ തന്നെ MS ഓഫീസ് സംബന്ധമായിട്ടുള്ളത്, അതേപോലെ തന്നെ OBS, അങ്ങനെ പറഞ്ഞുള്ള പല ടെക്നോളജീസും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ ടെക്നോളജിയിൽ തന്നെ ഇപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ടെക്നോളജികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അതർ കീ ഏരിയാസ് ഓഫ് ഫോക്കസ് എന്നുള്ളത് ഇതിൽ എടുത്ത് പറയുന്നുണ്ട്. ദ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, മേക്കിംഗ് ഇറ്റ് ഹാപ്പൺ, അതായത് ഇംപ്ലിമെന്റേഷൻ നടത്തുക. ഇത് നിലവിൽ കൊണ്ടുവരാനുള്ള പോളിസീസും അതിൻ്റെ എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇടുക. ദിസ് പാർട്ട് ഔട്ട്ലൈൻസ് ദ സ്റ്റെപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ ഇംപ്ലിമെന്റിംഗ് ദ പോളിസി, ഇൻക്ലൂഡിംഗ് ദ നീഡ്സ് ഫോർ ഫിനാൻഷ്യൽ സപ്പോർട്ട് ആൻഡ് ദി ഇൻവോൾവ്മെന്റ് ഓഫ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ അത് ഇംപ്ലിമെന്റേഷൻ തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത് ഇതിൽ, നമുക്ക് 4 പാർട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വന്നത്. ഇതിന് അഡീഷണൽ ആയിട്ട് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ സ്റ്റേറ്റ്മെന്റ് ബേസിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതക്കത്തക്ക രീതിയിലാവുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇത്ര എക്സ്പ്ലനേറ്റീവ് ആയിക്കൊണ്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. 4 പാർട്ടാണുള്ളത്. 1 സ്കൂൾ എഡ്യൂക്കേഷൻ, 2 ഹയർ എഡ്യൂക്കേഷൻ, 3 അതർ കീ ഏരിയ ഓഫ് ഫോക്കസ്, 4 ഇംപ്ലിമെന്റേഷൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പരാഗ്? വാട്ട് ഈസ് പരാഗ്? പ്രകാശ് അല്ല, പരാഗ്. Parag means performance assessment review and analysis of knowledge for holistic development എന്നുള്ളതാണ്. പരാഗ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്.
ഇത് എന്താണ് പരാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ ടീച്ചർ അസസ്മെന്റ് പ്രോസസ് ആണോ? എ ന്യൂ പെഡഗോളിക്കൽ ഫ്രെയിംവർക്ക് ആണോ? എ പ്രൊപ്പോസ്ഡ് സെന്റർ ഫോർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ആൻഡ് അസസ്മെന്റ് ആണോ? ആൻഡ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം ആണോ? ഇവിടെ കറക്റ്റ് നിങ്ങൾ ഒന്ന് അതിനെ എടുത്ത് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ നിങ്ങളിവിടെ തപ്പി കളിക്കേണ്ടി വരും. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ പ്രൊപ്പോസ്ഡ് സെന്റർ ആണ് ഫോർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ആൻഡ് അസസ്മെന്റ് എന്നുള്ളതാണ്. ഒരു സ്റ്റാൻഡേർഡൈസ്ഡ്, അതായത് ഇന്ത്യ ഒട്ടാകെ മൊത്തത്തിൽ ഉപയുക്തമായിട്ടുള്ള ഒരു അസസ്മെന്റ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ അസസ്മെന്റ് പ്രോസസ്സ് അനൗൺസ് ചെയ്യുന്ന അല്ലെങ്കിൽ തരുന്ന ഒരു സെറ്റിംഗ് ആണ് ഏതെന്ന് പറയുന്നത്, ഒരു സെന്റർ ആണ് എന്തെന്ന് പറയുന്നത്, പിന്നെ പരാഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ നാഷണൽ അസസ്മെന്റ് സെന്റർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ NCERT എന്നുള്ളതാണ്. To standardize and improve assessment across different educational boards in education. Standardize and improve assessments across different educational boards in India. സ്റ്റാൻഡേർഡൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഇന്ത്യ ഒട്ടാകെ ആ ഒരു തരത്തിലുള്ള അസസ്മെന്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ, അത്തരത്തിലേക്ക് കൊണ്ടുവരിക. ഇന്ത്യ ഒട്ടാകെ ഒരു 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ ആ 10ാം ക്ലാസ് മുഴുവൻ ഇന്ത്യയിലുണ്ടാവും. ഇന്ത്യ ഒട്ടാകെ ഒരൊറ്റ സിസ്റ്റത്തിലേക്ക് പിന്നെ അസസ്മെന്റ് നടത്തുക, എക്സാംസ് നടത്തുക, നീറ്റൊക്കെ നടത്തുന്ന പോലുള്ള ഒരു സംഭവം. അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യ ഒട്ടാകെ ഒരൊറ്റ എക്സാമേ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ. Then Parag aims to create a more standardized and uniform approach to evaluating students' learning. ഈ പറഞ്ഞ സാധനം തന്നെയാണ്. The next question, what role will artificial intelligence play in the assessment according to NEP 2020? എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രധാന ഗോൾ എന്ന് പറയുന്നത്? AI will not be used in the formative evaluation process. അതൊരു നെഗറ്റീവാണ്. AI will not be used in the formative evaluation process. AI will replace teachers in grading assessment. AI will be used to make assessments adaptive and help in personalized learning. AI will be used to track students' attendance. ഇവിടെ നമ്മൾ പറയുന്ന 3 ABCD എന്നുള്ളത് ഒരു അത്ര സൂട്ടബിൾ ആയി വരുന്നില്ല. എന്തുകൊണ്ടാണ് C ചൂസ് ചെയ്തത്? AI will be used to make assessment adaptive and help in personalized learning എന്നുള്ളതാണ്. അത് കുട്ടികളിപ്പം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് BEd സംബന്ധമായിട്ടുള്ള അറിവ് കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് AI സംബന്ധമായിട്ട് അതെന്ത് ചെയ്യും? എനിക്കത് പ്രൊവൈഡ് ചെയ്യും. മറ്റു കുട്ടിക്ക് വേറെ എൻ്റെ ടെക്നോളജി സംബന്ധമായിട്ടുള്ള, അങ്ങനെ ഓരോരുത്തർ എന്താണോ അത് ചെയ്യുന്നത് ആ ചെയ്യുന്നതിനനുസരിച്ചുള്ള റിസൾട്ട് ആണല്ലോ കിട്ടുക. അപ്പോൾ പേഴ്സണലൈസ്ഡ് ലേണിങ്ങും അതേപോലെ തന്നെ അഡാപ്റ്റഡ് ആയിട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള അഡാപ്റ്റ്മെന്റ് എന്താണ് AI പിന്നെ തരുന്നുണ്ട് അല്ലേ? എനിക്ക് ഉതകുന്ന രീതിയിലേക്ക് AI ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു കുട്ടിയാണ് വേറൊരു കുട്ടിക്ക് ഉതകുന്ന രീതിയിലേക്ക് AI ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അഡാപ്റ്റീവ് അസസ്മെന്റ് എന്നുള്ളതുകൊണ്ടും അർത്ഥമാക്കുന്നത്. ഇവിടെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. Among the AI driven technologies that NEP 2020 intend to introduce to support students in closing knowledge gaps and gaining future competency sets are adaptive learning spaces, intelligent assessment and intelligent tutoring system. അപ്പോൾ ഈ പേഴ്സണലൈസ്ഡ് ലേണിംഗ് തന്നെയാണ് ഇവിടെ പിന്നെ ഉദ്ദേശിക്കുന്നത്. ഓരോ സ്റ്റുഡൻസിനും അവരുടേതായിട്ടുള്ള നോളജ് ഗ്യാപ്സുകൾ ഫില്ല് ചെയ്യുകയും അതേപോലെ തന്നെ ഫ്യൂച്ചർ കോമ്പിറ്റൻസീസിന് അഡാപ്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് സ്പേസസ് ഉണ്ടാക്കി തരികയും ഇൻ്റലിജൻറ്റ് അസസ്മെൻറ്റുകൾ നടക്കുകയും അതേപോലെ തന്നെ ഇൻ്റലിജൻറ്റ് ട്യൂട്ടറിംഗ് സിസ്റ്റം ഒക്കെ നടക്കുന്ന ഒരു സിസ്റ്റം തന്നെയാണ് AI എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് AI വിൽ ബി യൂസ്ഡ് ടു മേക്ക് അസസ്മെൻറ്റ് അഡാപ്റ്റീവ് ആൻഡ് ഹെൽപ്പ് ഇൻ പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്നുള്ളത് തന്നെയാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് അസസ്മെൻറ്റ് ആസ് പെർ NEP 2020? What is the primary goal of assessment as per NEP 2020? To rank students based on their performance, to promote students to the next grade without evaluation, to improve teaching and learning process through regular feedback, to penalize students who do not meet the standards. ഓക്കെ, ഇവിടെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്, നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഞാനിവിടെ ചെയ്തത് കുറച്ച് എഫേർട്ട് എടുത്തിട്ടൊക്കെയാണ് ഞാൻ ഈ ആൻസറിനെ വെരിഫൈ ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി എന്ന് കൺഫേം ആക്കുക. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടു ഇംപ്രൂവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സസ് ത്രൂ റെഗുലർ ഫീഡ്ബാക്ക് കൊടുക്കുക വഴിയാണ് എന്ത് ചെയ്യുന്നത്, അസസ്മെന്റ് ക്ലിയർ ആക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് NEP 2020 പ്രകാരം വരുന്നത്. കറക്റ്റായിട്ടുള്ള ഫോളോ അപ്പ് കൊടുക്കണം എന്നുള്ളതാണ്. NEP 2020 envisions a system where assessment is an integral part of the learning process. ലേണിംഗ് പ്രോസസ്സിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ അസസ്മെന്റിലെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. റെഗുലർ ഫീഡ്ബാക്ക് കൊടുക്കണം, അല്ലെങ്കിൽ റെഗുലർ അസസ്മെന്റിലൂടെ ഫീഡ്ബാക്കുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഫീഡ്ബാക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു അസസ്മെന്റ് നടത്തണം എന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള അസസ്മെന്റ് ആണ് യൂസ്ഫുൾ ആവുന്നതെന്ന് നോക്കണം. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫോർമേറ്റീവ് അസസ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാം, സമ്മേറ്റീവ് അസസ്മെന്റ് യൂസ് ചെയ്യാം.
അപ്പോൾ ഈ 2 തരത്തിലുള്ള അസസ്മെന്റും കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനിൽ യൂസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ യൂസ് ചെയ്യുന്നതിനെ തന്നെയാണ് അസസ്മെന്റ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ഗ്രോ ആൻഡ് ഡെവലപ്പ് ദെയർ പൊട്ടൻഷ്യൽ വൈൽ ഓൾസോ ഇൻഫോമിംഗ് ടീച്ചേഴ്സ് ഓൺ ഹൗ ടു ബെറ്റർ സപ്പോർട്ട് ദെയർ സ്റ്റുഡൻസ്. എത്തരത്തിലുള്ള ബെറ്റർ സപ്പോർട്ട് കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളത് നടക്കണമെങ്കിലും ഈ CCE കൊടുക്കണം, CCE ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള CCE ഇംപ്ലിമെന്റേഷനിലൂടെയാണ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ലേണിംഗ് പ്രോസസ്സിൽ അസസ്മെന്റ് നടത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക. മറ്റ് 2 പോയിന്റ്സുകൾ കൂടി ഇതിലൂടെ വായിച്ചു നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ഇവിടെ ഒരു ഒരു അസെഷൻ പറയുന്നുണ്ട്, എന്നിട്ട് അതിൻ്റെ ഒരു റീസൺ കണ്ടെത്താനാണ് പറയുന്നത്. അസെഷൻ എന്ന് പറയുന്നത് NEP 2020 emphasizes the use of the mother tongue or local language as the medium of instruction until at least grade 5 എന്നുള്ളതാണ്. 5 വയസ്സ് വരെ എങ്കിലും മിനിമം നമ്മൾ ലോക്കൽ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. എംഫസിസ് ദ യൂസ് ഓഫ് ദി മദർ ടങ് ഓർ ലോക്കൽ ലാംഗ്വേജ് ആസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അണ്ടിൽ അറ്റ്ലീസ്റ്റ് ഗ്രേഡ് 5 എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ റീസൺ ആയിട്ട് എടുത്ത് പറയുന്നത്, റിസർച്ചേഴ്സ് ഷോ ദാറ്റ് ചിൽഡ്രൻ ലേൺ ആൻഡ് ഗ്രാസ്പ് നോൺ ട്രൈബൽ കോൺസെപ്റ്റ്സ് മോർ ക്വിക്ക്ലി ഇൻ ദെയർ മദർ ടങ് ഓർ ലോക്കൽ ലാംഗ്വേജ്. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഗ്രാസ്പിംഗ് പവർ കൂടുമെന്നുള്ളതാണ്. അപ്പം ഇംഗ്ലീഷിൽ പറയുന്നതിനേക്കാൾ മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് റിസർച്ചേഴ്സും പറയുന്നത്. അതിൻ്റെ റീസൺ ആയിട്ട് എടുത്ത് പറയുന്നത്. ഇത് ആക്ച്വലി നിങ്ങൾ സിമ്പിൾ സെൻസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ്. അത് തന്നെയാണ് റീസൺ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ റീസൺ അത് ശരിയാണെങ്കിൽ, അസെഷനും ശരിയാണ്, അസെഷന് പിന്നെ ഉചിതമായിട്ടുള്ള ഒരു റീസണുമാണ് തരുന്നതെങ്കിൽ ഇതിൽ ഓപ്ഷൻ കറക്റ്റ് ഏതായിരിക്കും ചൂസ് ചെയ്യാൻ കഴിയുക. ബോത്ത് A and R are true and R is the correct explanation of A എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പിന്നെ B എന്ന് പറയുന്നത് ബോത്ത് A and R are true but R is not the correct explanation of A. മുൻപത്തെ സ്റ്റേറ്റ്മെന്റിൽ B ചൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ കറക്റ്റ് ആൻസർ തന്നെയാണ്. എക്സ്പ്ലനേഷനും അസേഷനും ഒക്കെ കറക്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഒന്നും കൂടി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. നമ്മളിവിടെ പറഞ്ഞു 5 വയസ്സ് 5 ഗ്രേഡ് 5th സ്റ്റാൻഡേർഡ് വരെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ ഐഡിയലി അത് 8ലേക്ക് വരെ കൊടുക്കാം എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. ഐഡിയലി അണ്ടിൽ ഗ്രേഡ് 8 എന്നുള്ളതാണ്. ദ പോളിസി prioritize this approach because research demonstrates that children learn and grasp concepts more effectively in their native language, which also helps preserve cultural heritage and improve communication skills എന്നുള്ളത്. This approach is expected to create a more inclusive and effective learning environment for all students എന്നുള്ളതാണ്. മോർ ഇൻക്ലൂസീവ് ആയിരിക്കും, എഫക്റ്റീവ് ലേണിംഗും ആയിരിക്കും. എല്ലാ കുട്ടികളെയും ക്ലാസ് റൂമിൽ അറ്റൻഷൻ കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യും. ചില ഇംഗ്ലീഷിലൊക്കെ ക്ലാസ് പിന്നെ കമ്മ്യൂണിക്കേഷൻ പോവുകയാണെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മാത്രമേ, അപ്പോൾ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താൻ കഴിയില്ല. പക്ഷേ ഈ ലോക്കൽ ലാംഗ്വേജുകൾ അല്ലെങ്കിൽ മദർ ടങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ 40 കുട്ടികളുടെ 40 കുട്ടികളുടെയും അറ്റൻഷൻ നമ്മളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് അസെഷൻ തന്നെയാണ്. ദ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഈസ് ടാർഗറ്റഡ് ടു റീച്ച് 50% ബൈ 2035. ഓക്കെ, 2035 കൂടി പിന്നെ ടാർഗറ്റ് ചെയ്യാണ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻ ഹയർ എഡ്യൂക്കേഷനിൽ 50%ലേക്ക് ഉയർത്തണം എന്നുള്ളത്. അതായത് +2 കഴിയുന്ന എല്ലാ കുട്ടികളും ഹയർ സ്റ്റഡീസിനൊന്നും പോകുന്നൊന്നുമില്ല. അപ്പോൾ അത് 2035 കൂടി മിനിമം ഒരു ഇന്ത്യ ഒട്ടാകെ നോക്കുകയാണെങ്കിൽ ഒരു 50% ഉയർത്തണം എന്നുള്ളതാണ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ. അപ്പോൾ പഠിച്ചിറങ്ങുന്ന എല്ലാവരും തുടർ പഠനത്തിനൊന്നും പോകുന്നില്ല എന്നാണ്. അപ്പോൾ അതിൻ്റെ റീസൺ ആയിട്ട് എടുത്ത് പറയുന്നത്, ദിസ് ഈസ് ടു അലൈൻ വിത്ത് ദ ഗ്ലോബൽ ആവറേജ് ആൻഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഗ്ലോബൽ ആവറേജ് ആൻഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇവിടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്, ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, അതായത് കുട്ടികളുടെ ഹയർ സ്റ്റഡീസിന് രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എടുത്ത് പറയുന്നത് നമ്മൾ പുറത്തേക്ക് പോവാണ്. എന്ത് ഗ്ലോബൽ ആവറേജ് ഉണ്ടാക്കുക എന്നുള്ളതും അതേപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതൊന്നും ആണോ? അപ്പോൾ അതൊരു നമ്മൾ ടോപ്പിക്ക് വിട്ടു പോകുന്ന പോലെ തോന്നും ആ ഒരു റീസൺ കാണുമ്പോൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഏതായിരിക്കും ബെസ്റ്റ് ചോയ്സ് ആയിട്ട് എടുത്ത് പറയുന്നത്? ഇവിടെ എയും ബിയും കറക്റ്റ് തന്നെയാണ്, പക്ഷേ എക്കുള്ള കറക്റ്റ് റീസൺ അല്ല ആർ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നതും ആർ എന്ന് പറയുന്നതും കറക്റ്റ് തന്നെയാണ്, പക്ഷെ എക്ക് കറക്റ്റായിട്ടുള്ള റീസൺ അല്ല ആർ എന്ന് പറയുന്നത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ദ റീസൺ ആസ് പാർട്ട് ഓഫ് ദി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020's ബ്രോഡർ ഗോൾ ഓഫ് റിഫോമിംഗ് ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് എൻഹാൻസിങ് ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്.
ആക്സസ് കിട്ടണം. എൻഹാൻസിങ് ആക്സസ് എന്നുള്ളതാണ്. ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10ാം ക്ലാസ് 8ാം ക്ലാസ്സിന് മുകളിൽ പോലും പഠിക്കാത്തവർ ഇപ്പോഴും ഉണ്ട്. ഓക്കെ. അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആക്സസ് കൂട്ടണം. നമ്മുടെ ഈ കേരളത്തിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മുക്കിനും മൂലയിലും നമ്മുടെ സ്കൂളുകളുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളായിക്കോട്ടെ, പ്രൈവറ്റ് സ്കൂളുകളായിക്കോട്ടെ, മറ്റ് ട്യൂഷൻ സെൻ്ററുകളായിക്കോട്ടെ, ഈ കേരളം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ്റെ ഹബ്ബായിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത്. എന്നാലോ ഗവൺമെൻറ് സ്കൂളിൽ പോയിട്ട് പ്രൈവറ്റ് സ്കൂളിൽ പോയിട്ട് ഗവൺമെൻറ് സ്കൂൾ തന്നെ പല സ്ഥലങ്ങളിലുള്ള കിലോമീറ്റർ കണക്കിന് നടന്നു പോയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ പഠിക്കുന്നുണ്ട്. എന്നാലോ അത് 8ാം ക്ലാസ് വരെയൊക്കെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എൻഹാൻസിങ് ആക്സസ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എക്വിറ്റി കൂട്ടണം, ക്വാളിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ കൂട്ടണം. അതൊക്കെ ലാസ്റ്റിലേക്ക് വരുന്നതാണ്. എൻഹാൻസ് ചെയ്യുക എന്നുള്ളത്, റിഫോം ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ആക്സസ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ റിഫോം ചെയ്യണം. അപ്പോൾ ആ ഒരു പർപ്പസ് ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ റീസൺ ആയിട്ട് എടുത്ത് പറയുന്നത്, ദിസ് അംബീഷ്യസ് ടാർഗറ്റ് എയിംസ് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പേഴ്സ്യൂയിങ് ഹയർ എഡ്യൂക്കേഷൻ, ഫോസ്റ്ററിങ് എ സ്കിൽഡ് വർക്ക് ഫോഴ്സ് ആൻഡ് നോളജ് ബേസ്ഡ് സൊസൈറ്റി എന്നുള്ളത്. The next question, NEP 2020 introduces assessment as learning, which means NEP പ്രകാരം അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റുഡൻസ് ആർ കമ്പയർഡ് എഗൻസ്റ്റ് ഈച്ച് അതർ ടു ഫോസ്റ്റർ എ കോമ്പറ്റീറ്റീവ് environment. Students learn primarily through the assessment process itself. Assessments will not be disclosed to students to avoid stress. Teacher will be assessed rather than students. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ലേൺ പ്രൈമർലി ത്രൂ ദ അസസ്മെന്റ് പ്രോസസ് ഇറ്റ് സെൽഫ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പെഡഗോഗിൻ്റെ സ്ഥാനത്ത് അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നുള്ള സബ്ജക്റ്റിൽ തന്നെ നിങ്ങൾ BEd പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അസസ്മെന്റ് ഓഫ് ലേണിംഗ്, അസസ്മെന്റ് ആസ് ലേണിംഗ്, അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഇങ്ങനെ 3 അസസ്മെന്റുകൾ എടുത്ത് പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ടത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു NEP 2020 വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ കീ എത്തിക്കൽ കൺസിഡറേഷൻ ഫോർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? കീ എത്തിക്കൽ കൺസിഡറേഷൻ ഫോർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ NEP പ്രകാരം: prioritizing profit over equality, ensuring inclusive and equity in education, reducing the emphasis on teacher training, increasing competition among students. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എൻഷുറിങ് ഇൻക്ലൂസിവിറ്റി ആൻഡ് ഇക്വിറ്റി ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അതായത് ഉറപ്പുവരുത്തുക, ഇൻക്ലൂസിവിറ്റി ഉറപ്പുവരുത്തുക, ഇക്വിറ്റി ഉറപ്പുവരുത്തുക. ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെയും ഒരുപോലെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിക്കുക. ഓക്കെ, അതിൻ്റെതായിട്ടുള്ള മൂല്യം കാണുക. സോ നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും വീണ്ടും കാണുക. ഇനി അയച്ചു കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവരോടും പൂർണ്ണമായിട്ട് തന്നെ ഫസ്റ്റ് വീഡിയോ കാണാൻ വേണ്ടി പറയുക. അതിനുശേഷം മറ്റു വീഡിയോകളിലേക്ക് പോവുക. എങ്കിലായിരിക്കും നിങ്ങൾക്ക് കുറേ കൂടി ഇനി വരുന്ന വീഡിയോകളൊക്കെ, ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ പെട്ടെന്ന് തീരുന്നതായിരിക്കും. ഇത് കുറച്ച് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടും കുറച്ച് കൂടുതൽ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതുള്ളത് കൊണ്ടുമായിരിക്കും ഇത്രയും ലെങ്തി ആയിട്ട് വീഡിയോ പോയിട്ടുണ്ടാവുക. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.